കോഴിക്കോട് മലയോര മേഖലകളിൽ മഴ ശക്തമാണ്. കുറ്റ്യാടി ചുരത്തിൽ നേരിയ തോതിൽ മണ്ണിടിഞ്ഞു. താമരശ്ശേരി ചുരത്തിനോട് ചേർന്നൊഴുകുന്ന പൊട്ടിക്കൈ പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. കനത്ത മഴയെ തുടർന്ന് ചുരം 9-ാം വളവ് വ്യൂ പോയിന്റിന് സമീപം വീണ്ടും മണ്ണിടിഞ്ഞു. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്താണ് മണ്ണും പാറകളും റോഡിലേക്ക് അടർന്നു വീണത്. അപകട സാധ്യതയുള്ളതിനാൽ ലക്കിടി കവാടം വഴി വയനാട് ജില്ലയിലേക്കും കോഴിക്കോടേക്കും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ വയനാട് ജില്ലാ കലക്ടർ DR മേഘശ്രീ അറിയിച്ചു. ആംബുലൻസ്, ആശുപത്രി, പാൽ, പത്രം, ഇന്ധനം തുടങ്ങിയ അടിയന്തര സർവീസുകൾ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങൾക്കും ചുരത്തിലൂടെയുള്ള നിയന്ത്രണം ബാധകമാണ്. ചുരത്തിലെ ട്രാഫിക് നിയന്ത്രണം ക്രമീകരിക്കാൻ ജില്ലാ പോലീസ് മേധാവിയെ ചുമതലപ്പെടുത്തി. വീണ്ടും മണ്ണിടിഞ്ഞതോടെ ചുരം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചു. 3 ദിവസമായി വയനാട് ജില്ല ഒറ്റപ്പെട്ട നിലയിലാണ്. ബദൽ പാതകളെല്ലാം വാഗ്ദാനങ്ങളായി കടലാസിലൊതുങ്ങുമ്പോൾ ചുരത്തിനു മുകളിലുള്ള ഒരു ജനതയുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് നിഷേധിക്കുന്നതെന്ന് സർക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. വീഡിയോ ജേർണലിസ്റ്റ് സജി നിലമ്പൂരിനും മുജീബ് ടിറ്റിക്കുമൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്.